ത്യാഗരാജൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ത്യാഗരാജൻ അനുസ്മരണ സമ്മേളനവും ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള പുരസ്കാരവും കൊച്ചി നഗരസഭ മുൻ കൗൺസിലർ ഡേവിഡ് പറമ്പിത്തറയ്ക്ക് കൈമാറി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ത്യാഗരാജൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ത്യാഗരാജൻ അനുസ്മരണ സമ്മേളനവും ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള പുരസ്കാരവും കൊച്ചി നഗരസഭ മുൻ കൗൺസിലർ ഡേവിഡ് പറമ്പിത്തറയ്ക്ക് കൈമാറി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എവിടെ നിന്നാലും ഏത് സമയത്ത് നിന്നാലും ഈ ത്യാഗരാജന്റെ യൂഷ്വലി ആര് മത്സരിച്ച് എന്ത് മത്സരിച്ചാലും ശരി ത്യാഗരാജൻ ചേട്ടൻ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ജയിച്ചിരിക്കും. എങ്ങനെയാണ് നമ്മളതിനെ കുറിച്ച് നമുക്കറിയില്ല. പുള്ളി അത്ര ആളുകളെയുമായിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവർക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും അത്രയും അധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അയാൾക്ക് കഴിവുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവിന്റെ മകനായിട്ടല്ല അദ്ദേഹം കൂടുതൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന ശൈലികളും പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി അടുത്തിടപെടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലാണ് ജനവുമായിട്ടുള്ളത്. കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ദീപക് ചോയിയെയും കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരിയെയും ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ആന്റണിയെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ വ്യക്തിത്വങ്ങളെയും ആദരിച്ചു. മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, തമ്പി സുബ്രഹ്മണ്യം, MV ശിവദത്തൻ, NR ശ്രീകുമാർ, ജോസഫ് സുമിത്, KJ പോൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. 2 തവണ കൊച്ചി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ഈ നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ പ്രസ്ഥാനത്തിന് നിരന്തരമായ സംഭാവനകൾ നൽകിയ ത്യാഗരാജൻ ചേട്ടൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും അടക്കമുള്ള സഹപ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് നമ്മൾ ഈ ഹാളിൽ ഒത്തുകൂടുമ്പോൾ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്യാഗരാജൻ ചേട്ടന് ഒരു ആമുഖത്തിൻ്റെ ആവശ്യം ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതല്ലേ 7th ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പള്ളൂർത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം see you all there.